ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ച് നടൻ ശ്രീനാഥ് ഭാസി. ഉള്ളടക്കം പുറത്തുവന്നതാണ് മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കാനുള്ള കാരണമെന്നാണ് സൂചന. എന്നാൽ നേരത്തെ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീനാഥ് ഭാസിയുടെ ജാമ്യാപേക്ഷയാണ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മയക്കുമരുന്നുമായി വന്ന തസ്ലീമ സുൽത്താന വിളിച്ചിരുന്നു എന്നതാണ്. അതായത് തസ്ലീമ സുൽത്താനയെ തനിക്കറിയാം എന്നത് ഈ ജാമ്യാപേക്ഷയിലൂടെ സമ്മതിക്കുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശമുണ്ട്, അത് ആവശ്യമുണ്ടോ, അതായിരുന്നു അവരുടെ ചാറ്റിലെ കോൺവെർസേഷന്റെ ആദ്യ ഭാഗം. വേണ്ടത് പോലെ ചെയ്യൂ എന്ന് തസ്ലീമ വാട്സാപ്പിൽ ശ്രീനാഥ് ഭാസിക്ക് സന്ദേശം അയച്ചു എന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശ്രീനാഥ് ഭാസി സ്ഥിരീകരിക്കുകയാണ്. അതിന് ഉള്ള മറുപടി കാത്തിരിക്കൂ എന്ന് താൻ കൊടുത്തുവെന്നും ശ്രീനാഥ് ഭാസി പറയുകയാണ്. അതിനുശേഷം അതിന്റെ ഒരു വിശദീകരണമായി ശ്രീനാഥ് പറയുന്നത്, ആരോ കബളിപ്പിക്കാൻ വേണ്ടി അയച്ച സന്ദേശമാണെന്ന് കരുതി, അതുകൊണ്ടാണ് താൻ ഈ മറുപടികൾ, അതായത് ഈ ചാറ്റിന്റെയൊക്കെ ഡീറ്റെയിൽസ് അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടെന്ന് ശ്രീനാഥിന് അറിയാം, അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിന്നീട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് എന്ത് പറ്റി നമുക്ക് ചോദിക്കാം. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. ആദ്യത്തെ ജാമ്യാപേക്ഷയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇത്രയൊക്കെ എഴുതി വെച്ചു, പിന്നീട് അത് പിൻവലിച്ചത് എങ്ങനെയാണ് ശ്യാം? സുജയ ഭഗവതി, കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് തസ്ലിമ സുൽത്താന എന്ന യുവതിയെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ എക്സൈസ് സംഘവും അറസ്റ്റ് ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെ ഇവർക്കെതിരെ കേസും എടുത്തിരുന്നു. കേസിൽ ഇവരാണ് പ്രതി. ഇവർ നൽകിയ മൊഴി അനുസരിച്ച് ഇത് ശ്രീനാഥ് ഭാസിക്കടക്കം കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട് എന്നും ചെയ്യാൻ വേണ്ടിയാണ് എത്തിച്ചത് എന്നടക്കമുള്ള മൊഴി ഇവർ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്രീനാഥ് ഭാസി ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിൽ ഹൈക്കോടതി ഇതിന്മേൽ ആലപ്പുഴ എക്സൈസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഈ റിപ്പോർട്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതായിരുന്നു നടപടി. അത് എല്ലാ കേസിലും ആദ്യ നടപടിക്രമം എന്ന റിപ്പോർട്ട് തേടുകയാണ്. ഈ റിപ്പോർട്ട് തേടിയതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചത്. ഈ ഉള്ളടക്കം പുറത്തു വന്നതാണ് മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് അത്തരമൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നടൻ ശ്രീനാഥ് ഭാസി പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേസിലെ പ്രതിയായ തസ്ലിമ സുൽത്താന തന്നെ വിളിച്ചിരുന്നു എന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശ്രീനാഥ് ഭാസിയുടെ വെളിപ്പെടുത്തൽ. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശമുണ്ട് എന്ന് തസ്ലിമ സുൽത്താന അറിയിച്ചു. ഇത് ആവശ്യമുണ്ടോ എന്ന കാര്യം തസ്ലിമ സുൽത്താന തന്നോട് ചോദിച്ചു എന്നുമായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാണ്. ശ്യാം ദേവരാജ്, അതാണ് നമ്മൾ നേരത്തെ പ്രേക്ഷകരോട് ചൂണ്ടിക്കാട്ടിയതും. താങ്ക് യു.